ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലൊരു മസാല ദോശ തയ്യാറാക്കിയാലോ? സൂപ്പർ ടേസ്റ്റാണിത്. എത്ര കഴിച്ചാലും മതി വരില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 മീഡിയം സൈസ് പൊട്ടറ്റോ, ഒരു സവാള, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന്, അതിനാവശ്യമായ ഓയിൽ. ഈ 2 ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത് ഇതൊന്ന് നല്ലതായ രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് കൂടി മിക്സ് ചെയ്യാം. ഉഴുന്നൊക്കെ ഇട്ടാൽ നല്ലൊരു കിടുകിടാന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നീട് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. നമ്മൾ കിഴങ്ങെടുക്കുന്നതിൻ്റെ പകുതി ആ അളവിൽ ഒരു 2 കിഴങ്ങിന് ഒരു സവാള അത് മതി. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ചതക്കില്ല, സ്ലൈസാക്കി ഇടുന്നതാണ് കേട്ടോ നല്ലത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇഞ്ചി സ്ലൈസാക്കി ഇടുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇഞ്ചി ചതച്ചിട്ടത്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയാണേ. നമ്മൾ ഉടച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ അരപ്പൊക്കെ ഇതിലൊന്ന് ഈ ഉരുളക്കിഴങ്ങിനൊന്ന് നല്ലതായ രീതിയിൽ പിടിക്കണം. ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതായ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം. ഈ അരപ്പുമായിട്ടൊക്കെ ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നല്ലതായ രീതിയിലൊന്ന് വെന്ത് വരികയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മാത്രം മതി. നല്ലതായ രീതിയിൽ മിക്സ് ചെയ്ത് ദാണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഫില്ലിങ്സിന് ആവശ്യമായിട്ടാണ്. ഇനി നമുക്ക് ദോശമാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് നെയ്യ് ഇതിന് പുറത്തേക്കൊന്ന് തൂവി കൊടുക്കണം. ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് നല്ല റോളാക്കിയെടുക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് റോളാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ദാണ്ടെ ഈ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. സൂപ്പറായിട്ടുണ്ട്. ഇനി അടുത്ത മാവും ഇതുപോണക്ക് ഒഴിച്ച് നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റിയാണ്. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയും ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവുകയും ചെയ്യും. എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇത് വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇങ്ങനെ എല്ലാം മസാല ചേർത്ത് ഇങ്ങനെ ശരിയാക്കി എടുക്കണം. ഈ ഷേപ്പിലാണ്. നമുക്ക് റോളായിട്ട് വേണമെങ്കിലും ചെയ്യാം. അവിടെ ഇവിടെ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.